ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പവിത്രത്തിൽ നന്ദിനി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിനായകനെ ആവി പിടിക്കുന്നുണ്ടെങ്കിലും വേദനയും വിക്രത്തിനെയും തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടിയും കാരണം മറ്റുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാം വരുത്തി വെച്ചിട്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും രണ്ടറ്റത്ത് പോയിരിക്കുകയാണ്. ഒരാൾ ഒളിവിലും ഒരാൾ സുഖമായിട്ട് വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനി ഇങ്ങനെ പറയാട്ടോ. നന്ദിനി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം വേദയാണ്. അവളെ വിളിച്ച് 4 വർത്തമാനം പറയണം എന്നുള്ള ഇതിൽ നന്ദിനി വേഗം ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, വേണ്ട നന്ദിനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട, ഇതൊന്നും വേണ്ട, ആ കുട്ടീനെ ഇതൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടോ. പക്ഷെ നമ്മുടെ നന്ദിനി എങ്ങാനും കേൾക്കോ? ഇല്ല. നന്ദിനി വേഗം തന്നെ ഫോൺ എടുത്ത് വേദനെ വിളിക്കുകയാണ്. ഫോൺ ബെല്ലടിക്കുമ്പോൾ നന്ദിനിയുടെ നമ്പർ കാണുമ്പോൾ വേദ വിചാരിക്കും, നന്ദിനിയുടെ അടുത്ത് എന്തിനാണോ അപ്പോൾ എന്നെ വിളിക്കുക, ഒരാവശ്യമില്ലല്ലോ, എന്തെങ്കിലും കുറ്റവും കുറവും പറയാനാവും തന്നെ വിളിക്കണേ എന്നുള്ള വിചാരത്തിൽ വേദ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ നന്ദിനി വായിൽ വരുന്നതെല്ലാം വിളിച്ച് പറയുകയാണ് കേട്ടോ. നീ നിൻ്റെ ഭർത്താവും കാരണം ഇവിടെ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല, വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുന്നില്ല, ഏത് നേരം ഗുണ്ടകളും പോലീസുകാരും കയറി ഇറങ്ങി നടക്കുകയാണ്. വീട്ടിലുള്ള സകലമാന സാധനങ്ങളും ശ്രീചേച്ചിയുടെ മില്ലിലത്തെ എല്ലാ സാധനങ്ങളും തല്ലി തകർത്തു ഗുണ്ടകളും പോലീസുകാരും ചേർന്ന്. ഇപ്പോൾ ദേ എൻ്റെ കെട്ടിയവനെയും വിശ്വേട്ടനെയും അച്ഛനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തല്ലി ചതച്ചു ആ SI സാബു എന്നൊക്കെ നന്ദിനി പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വേദയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. വേദ അപ്പോൾ അതിനെക്കുറിച്ച് കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നന്ദിനി ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇതൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം നന്ദിനിച്ച് വിക്രത്തിനോട് പറയുമെന്നും പറഞ്ഞിട്ട് വേദ ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വേദ വേഗം തന്നെ ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിക്രത്തിനെ വിളിച്ച് ഇഷിതയോട് കാര്യങ്ങളെല്ലാം പറയും. ഇഷിത അപ്പോൾ തന്നെ വിക്രത്തിന് ഫോൺ കൊടുക്കും. വിക്രത്തിന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വേദ പറയുന്നുണ്ട് വിക്രത്തിനോടും ഇഷിതയോടും, നിങ്ങൾ വേഗം തന്നെ ഇങ്ങോട്ട് പുറപ്പെടണമെന്ന് പറയുക കേട്ടോ. അപ്പോൾ വിക്രവും ഇഷിതയും കൂടി പുറപ്പെടുന്ന സമയത്ത് ഇഷിതയോട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് അകലെ മാറി നിന്നിട്ടായാലും എൻ്റെ അച്ഛനെ ഒന്ന് കാണണം, എനിക്ക് വീടിൻ്റെ അവിടെ പോകണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, വേണ്ട വിക്രം, ആരെങ്കിലും കണ്ടാകെ പ്രശ്നമാവും, അത് വേണ്ടാന്ന് പറയും. അപ്പോൾ വിക്രം പറയും, അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്തായാലും എൻ്റെ അച്ഛനെയും വീട്ടിലുള്ളവരെയും കാണണം എന്ന് പറയാം കേട്ടോ. പക്ഷേ ചുറ്റുപാടിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ള കാര്യം ഇഷിതയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം ഒരു രക്ഷയില്ല, സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇഷിത മനസ്സോടെ സമ്മതിച്ച് ഇങ്ങനെ കാറിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അങ്ങനെ വിക്രം പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇഷിത പറയും, കാലധികം ദൂരം നടക്കാൻ പാടില്ല, വേദന വരും, ബ്ലഡ് വരും എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ മൂടി പൊതിച്ച് ഇങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് കേട്ടോ SI സാബു വന്ന് മുന്നിൽപ്പെടുന്നത്. പിന്നെ പറയണോ, നമ്മുടെ SI സാബുവിന് വിക്രം നല്ല തല്ലും ചതയും കൈയും കാലൊക്കെ തല്ലി ഓടിക്കുന്നുണ്ട് കേട്ടോ. വിക്രത്തിൻ്റെ കലി തീരണ വരെ വിക്രം ഒരു താണ്ഡവ നൃത്തം തന്നെ ആടുന്നുണ്ട് നമ്മുടെ സാബുവിൻ്റെ ശരീരത്ത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.